വിനു, പീലാത്തോസ് ആരാണ്? എടുത്ത് പറഞ്ഞ പോലെ എനിക്കത്ര പിടിയില്ല. മഗ്ദലന മറിയ ആരാണ്? അതും പിടിയില്ല. ഈ പത്രോസ് യേശുവിനെ വെള്ളിക്കാശിന് വേണ്ടി ഒറ്റ കൊടുത്ത ആളാണ് പത്രോസ്. അപ്പൊ യൂദാസ് ആരാണ്? യുവദാസ് ഒറ്റ കൊടുത്തായിരിക്കും. യൂദാസും ഒറ്റ കൊടുത്തായിരിക്കും. പത്രോസ് പിന്നെ ഒറ്റ കൊടുത്തോ? പിന്നെ ഒറ്റ കൊടുത്ത. പിന്നെ കന്യാമറിയ ആരാണ്? കന്യാമറിയാച്ചന്റെ അമ്മ. ദൈവം ആരാണ്? ദൈവം യേശുവിനെ സൃഷ്ടിക്കപ്പെട്ട യേശുവിന്റെ അച്ഛൻ. യേശുവിന്റെ അച്ഛൻ അവസരിതാവ്. ദൈവം ദൈവം യേശുവിനെ നമ്മുടെ ഭൂമിയിലോട്ട് അയച്ച ആളാണ്. യേശു പിതാവെന്ന് വിളിക്കുന്ന ആരെയാണ്? യേശു പിതാവെന്ന് വിളിക്കുന്നത് നമ്മുടെ യേശുവിനെ വിളിക്കുന്നത്. യേശുവിനെ തന്നെ വിളിക്കുന്നത്? അല്ല, യേശു പിതാവെന്ന് വിളിക്കുന്ന ആരെയാണ്? അത് ദൈവത്തെയാണ് വിളിക്കുന്നത്. അപ്പൊ ഔസേപ്പിനല്ലേ? ഔസേപ്പിനെ അല്ല. ഔസേപ്പിനെ എന്താണ് വിളിക്കുന്നത്? ഔസേപ്പിനെ വർഗീസ് പുണ്യാളനെന്ന് പറഞ്ഞു. യേശു അങ്ങനെ തന്നെ വിളിക്കുന്നു. പിന്നെ എത്ര അപ്പോസ്തലന്മാരുണ്ട്? 6 പേര്. 6. ആരൊക്കെയാണ്? അതറിഞ്ഞു. രണ്ടുപേര് പറഞ്ഞു. ഒന്ന് അതിനെ പറ്റി അത്ര പിടിയില്ല. 2 പേര് പറഞ്ഞാൽ മതി. 2 പേരെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് മത്തായി. ഒന്ന് അതിന്റെ പേരറിയാം. യേശുക്രിസ്തുവിനെ എന്നാണ് കഴിവിലേറ്റിയത്? അതിന്റെ ഡാറ്റ എന്റെ ഓർമ്മയില്ല. അല്ല, എന്നാലും ഉദ്ദേശം വന്നിട്ട് അല്ല സാറേ, 77-78 അല്ല, വെറും 78. പിന്നെ യേശുക്രിസ്തുവിന്റെ പിന്നെ യേശുക്രിസ്തു എന്തിനാണ് മരിച്ചത്? എന്തിനു വേണ്ടിയാണ് മരിച്ചത്? ഭാവിയൊക്കെ വേണ്ടി. പാപികൾക്ക് വേണ്ടി അങ്ങനെ ഒരാൾക്ക് മരിക്കാൻ പറ്റും? ഭാവിയൊക്കെ വേണ്ടി മരിക്കാൻ പറ്റും. അത്രക്ക് ഭാവിയൊക്കെ വേണ്ടി യേശുവിന്റെ വചനങ്ങളും നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാർ, പടയാളികൾ ഉപദ്രവിച്ച് ചാട്ടവാറുകൊണ്ട് അടിച്ച്, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് യേശു ക്രൂശിൽ കയറിയത്. യേശു ക്രൂശിൽ കയറിയോണ്ട് നമുക്കെന്താണ് പ്രയോജനം ഉണ്ടായത്? നമുക്ക് നമ്മുടെ മനസ്സ് നല്ല പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്രൂശിക്കാറുണ്ട്. നമുക്ക് മറ്റുള്ളവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അവരെ നല്ല വഴിക്ക് കൊണ്ടുവരാനും കഴിയും. അങ്ങനെ വിനു ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ 1-2 പേരൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടുന്ന്? നമ്മുടെ വീട്ടിന്റെ. അവരൊക്കെ എന്തായിരുന്നു നേരത്തെ ഗുണ്ടായുസ്. ഏതെങ്കിലും മതത്തിലായിരിക്കുമല്ലോ. മതത്തിന്റെ ഇതിലും പിന്നെ അല്ലാതെ ഗുണ്ടായുസ്, അടി, അങ്ങനെ നികൃഷ്ടമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്ത വ്യക്തികളെ ധ്യാന മുഖാന്തരം കൊണ്ട് അവരെ നേർവഴിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ യേശുവിന്റെ പിതാവാണ് ദൈവം, യേശുവിന്റെ അച്ഛനാണ് ഔസേപ്പിതാവ്. അപ്പം ഈ പള്ളിയിലെ അച്ഛനാണ്? പള്ളിയിലെ അച്ഛൻ അവരുടെ കാര്യങ്ങള് നോക്കി നടത്തുന്ന ഒരു കാര്യസ്ഥൻ. വൈദികനെന്ന് പറയും. ഔസേപ്പ് പിതാവിന്റെയും യേശുക്രിസ്തുവിന്റെയും കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു കാര്യസ്ഥൻ, ഒരു വൈദികൻ എന്ന് പറയും. കാര്യസ്ഥൻ, ഒരു വൈദികൻ. ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച ശ്രീ സത്യക്രിസ്ത്യാനിയായ ശ്രീ വിനുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സാർ.
ഇത് എവിടെ ഒഴിക്കുന്ന? ചെടിക്കല്ലേ ഒഴിക്കണ്ട? ചെടിക്ക് ഒഴി.